ഇനി ഡൽഹിയിലേക്കാണ് ഇന്നും കനത്ത മൂടൽമഞ്ഞ് തുടരുകയാണ്. പലയിടങ്ങളിലും കാഴ്ചാപരിധി 0 എന്ന നിലയ്ക്കാണ്. 100-ലധികം വിമാന സർവീസുകൾ വൈകുകയാണ്. 30 ട്രെയിനുകൾ വൈകി ഓടുന്നു. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും. അനൂപ്, ഈ മൂടൽമഞ്ഞ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വാഹനങ്ങൾ വൈകുന്നു എന്നത് മാത്രമല്ല, പൈലറ്റിനെ ആളുകൾ ഇടിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ആളുകൾ ഒരുപാട് മണിക്കൂറുകൾ കാത്തുകെട്ടി കിടക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടാകുന്നു. ഈ ഒരു പ്രതിസന്ധിയെ ഈ യാത്രക്കാർക്കൊക്കെ പരമാവധി അവരുടെ ബുദ്ധിമുട്ട് കുറച്ചുകൊണ്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? വലിയ പ്രശ്നം തന്നെയാണ്. ബുദ്ധിമുട്ട് കുറയ്ക്കുക എന്നത് പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ ഏതാണ്ട് ഈ സമയമാകുമ്പോഴത്തേക്ക് 150ഓളം വിമാനങ്ങളായിരുന്നു വൈകി സർവീസ് നടത്തിയത്. ഇന്നും ഏതാണ്ട് 100-ലധികം വിമാനങ്ങൾ വൈകിയാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3-4 മണിക്കൂറുകളൊക്കെ വൈകുന്ന അവസ്ഥ ഇന്നലെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നലെ വളരെ കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 മണിക്കൂറിലധികം വിമാനം വൈകുകയാണ് എങ്കിൽ ആ സർവീസ് റദ്ദ് ചെയ്യണമെന്ന നിർദ്ദേശമാണ്. എന്തായാലും 2 മണിക്കൂറിലധികം പല വിമാനങ്ങൾ വൈകുന്നു എന്നാണ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മറ്റൊന്ന് ട്രെയിനുകളാണ്. ട്രെയിനുകൾ ഏതാണ്ട് 30-ലധികം ട്രെയിനുകൾ കേരളത്തിൽ നിന്നുൾപ്പെടെ വരുന്ന ട്രെയിനുകൾ വൈകിയാണ് ഇവിടെ എത്തുന്നത്. രാവിലെ എത്തേണ്ട ട്രെയിനുകൾ വൈകിട്ടൊക്കെയാണ് ഡൽഹിയിൽ എത്തുന്നത് എന്നതാണ് വലിയ പ്രശ്നം. ആളുകളുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിപ്പോകുന്നു. അതിനുമപ്പുറത്തേക്ക് വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഡൽഹിയിലുണ്ടായ വാഹനാപകടത്തിൽ 3 പേർ മരിച്ചിട്ടുണ്ട്. കനത്ത മഞ്ഞാണ്. മുന്നിലുള്ളത് എന്ത്, തൊട്ടു മുന്നിൽ ഒരു 10 മീറ്റർ അപ്പുറത്തോ 5 മീറ്റർ അപ്പുറത്തോ എന്ത് എന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. രാവിലെ ഒരു 8-9 മണിവരെയൊക്കെ ഇവിടെയൊക്കെ ഉള്ളത്. എന്നാൽ പിന്നീട് അത് മാറി വരുന്നുണ്ട്. ഇപ്പോഴൊക്കെ കുറച്ചെങ്കിലും ഒരു 50 മീറ്ററൊക്കെ അപ്പുറത്തുള്ളത് കാണാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. മാത്രവുമല്ല തണുപ്പ് അതിശൈത്യമാണ്. 3 ഡിഗ്രി ഒക്കെയാണ് തണുപ്പ് ഇപ്പോൾ ഇവിടെ താപനില ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അനൂപ്, ഈ വിമാന സർവീസുകൾ ഇങ്ങനെ റദ്ദാക്കുമ്പോൾ അന്താരാഷ്ട്ര യാത്രക്കാരും വലിയ ബുദ്ധിമുട്ടിലാകുമല്ലോ. ഇവർക്ക് എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ? മറ്റേതെങ്കിലും എയർപോർട്ടുകളിലേക്ക് സർവീസ് ക്രമീകരിക്കുന്നുണ്ടോ? ഇപ്പോഴങ്ങനെ ക്രമീകരിച്ച് തുടങ്ങിയിട്ടില്ല. ഡൽഹിയിൽ നിന്ന് തന്നെ പരമാവധി ഈ വിമാനങ്ങൾ സർവീസ് നടത്താമെന്ന ആലോചനയിൽ പരമാവധി അതിനെന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് ആലോചിക്കുന്നത്. മറ്റ് വിമാനത്താവളത്തിലേക്ക്, പ്രത്യേകിച്ച് ജയ്പൂരിനെയാണ് പലപ്പോഴും ഈ നിലയിൽ ആശ്രയിക്കാറുള്ളത്. അങ്ങനെ മാറിയിട്ടില്ല. ഡൽഹിയിൽ നിന്ന് തന്നെ വൈകിയാലും സർവീസ് നടത്താമെന്ന നിലയാണ് ഇപ്പോഴുള്ളത്.